بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. بسم الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുക എന്ന സതുദ്ദേശത്തോടു കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞു വന്ന ഹദീസ് പഠന ക്ലാസ് അതിൻ്റെ 16-ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് നമ്മൾ കഴിഞ്ഞ 15 ദിവസങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം. ഇന്നും നമ്മൾ അതിന്റെ 16-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന്റെ അനന്തമായ ഒരു സാഗരത്തെ കുറിച്ച്. വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു അനന്തമായിരിക്കുന്ന സാഗരമാണ്, അറ്റമില്ലാത്ത സാഗരം. നമുക്കൊന്നും അതിന്റെ ആ സാഗരത്തിന്റെ ആ സാഗരത്തിലെ വെള്ളം മുഴുവൻ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എങ്കിലും അതിന്റെ ഓരം ചേർന്നുകൊണ്ട് അതിന്റെ ഓരത്തുള്ള ഒരു പൂഴിമണലെങ്കിലും കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. ആ വിജ്ഞാന സാഗരം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആളുകളുടെ ശൈലിയോ അല്ലെങ്കിൽ ആളുകളുടെ പ്രവർത്തന വൈഭവമോ ഉള്ള ഒരു പ്രസംഗം മാത്രം ശ്രമിക്കലാവരുത് നമ്മൾ വിജ്ഞാനം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടത്. ആധുനിക യുഗത്തിൽ ഒരുപാട് മേഖലകൾ വിജ്ഞാനം കരസ്ഥമാക്കാൻ നമുക്ക് ലഭിക്കുന്നതാണ്. ആ കരസ്ഥമാക്കാൻ ലഭിക്കുന്ന മേഖലകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മളൊരു യാത്രയിലൂടെയാണെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കും. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് മേഖലകൾ ആധുനിക യുഗത്തിൽ നമുക്ക് വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ദീനിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് വിശുദ്ധ ദീനിനെ കുറിച്ച് പ്രവർത്തിക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹദീസ് ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാതാപിതാക്കൾ വെറുപ്പിക്കുന്നതിനെയും കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിനെയും കുറിച്ച് പറയുന്ന ബാബാണ് അധ്യായം 41. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നന്മയിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ഭൂമിയിൽ നാശമുണ്ടാക്കുകയും കുടുംബക്കാരുമായി പിണങ്ങുകയും ചെയ്തേക്കാം. അത്തരക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവരെ സത്യം കേൾക്കാത്ത ബധിരന്മാരും കാണാത്ത അന്ധന്മാരുമാക്കിയിരിക്കുന്നു. മുഹമ്മദ് 22:23 മുഹമ്മദ് സൂറത്തിലെ 22:23 എന്ന ആയത്താണ് ഇവിടെ പറഞ്ഞത്. സത്യം കേൾക്കാത്ത ബധിരന്മാരും സത്യത്തെ കാണാത്ത അന്ധന്മാരുമാക്കിയിരിക്കുന്നു. അല്ലാതെ കാഴ്ചയില്ലാത്തവരോ കേൾവി ശക്തി ഇല്ലാത്തവരോ അല്ല. സത്യത്തെ പിന്നെ അവർക്ക് കേൾക്കാൻ സാധ്യമല്ല. ഭൂമിയെ നാശമുണ്ടാക്കുക, കുടുംബക്കാരുമായി പിണങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ചിന്തിക്കുക. അല്ലാഹുവിനോട് ദൃഢപ്രതിജ്ഞ ചെയ്ത ശേഷം അത് ലംഘിക്കുകയും അല്ലാഹു ബന്ധിപ്പിക്കാൻ കൽപ്പിച്ചത് വിച്ഛേദിക്കുകയും ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് അത്ര അല്ലാഹുവിന്റെ ശാപവും മോശമായ വാസസ്ഥലവും. റഅദ് സൂറത്തിലെ 25-ാമത്തെ ആയത്ത്, നിങ്ങളുടെ നാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്നും മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണമെന്നും അവരിവരും അല്ലെങ്കിൽ ഒരാൾ വാർദ്ധക്യം പ്രാപിച്ച് നിന്റെ സമീപത്തായാൽ
അവരോട് ഛേ എന്ന് പോലും പറയരുതെന്നും അവരാട്ടി അകറ്റരുതെന്നും അവരോട് മാന്യമായ വാക്കുകൾ മാത്രമേ പറയാവൂ എന്നും അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണമെന്നും അല്ലാഹു വിധിച്ചിരിക്കുന്നു. എന്റെ നാഥാ, അവരെന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കൃപ കാണിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇസ്രാ സൂറത്തിലെ 23-24 ആയത്ത്. 336 ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് 336 ഹദീസ്? നുഫൈ റളിയല്ലാഹു അൻഹു നിവേദനം: വൻ പാപങ്ങൾ ഏതെല്ലാമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചു. അല്ലാഹുവിന്റെ ദൂതരെ, പറഞ്ഞു തന്നാലും എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കലും മാതാപിതാക്കളെ വെറുപ്പിക്കലുമാണത്. ഇത് പറയുമ്പോൾ അവിടുന്ന് ചാരിയിരിക്കുകയായിരുന്നു. പിന്നെ നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു: അറിയുക, നുണ പറയലും കള്ളസാക്ഷ്യം വഹിക്കലും വൻ പാപമാണ്. ഒന്ന് നിർത്തിയിരുന്നെങ്കിലെന്ന് ഞങ്ങൾ വിചാരിക്കുവോളം അവിടുന്ന് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ബുഖാരി 10:342-345, മുസ്ലിം 87 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, അതൊന്ന് നിർത്തിയിരുന്നെങ്കിലെന്ന് അനുചരന്മാർ ആഗ്രഹിക്കുന്നത് വരെ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? അല്ലാഹുവിൽ പങ്കു ചേർക്കലും മാതാപിതാക്കളെ വെറുപ്പിക്കലും വൻ പാപമാണ്. നുണ പറയലും കള്ളസാക്ഷ്യം വഹിക്കലും വൻ പാപമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹുവിൽ പങ്കു ചേർക്കലും മാതാപിതാക്കളെ വെറുപ്പിക്കലും കൊലപാതകവും കള്ളസത്യം ചെയ്യലും മഹാപാപങ്ങളാണ്. ബുഖാരി 11:483. മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുന്നത് നോക്കൂ സഹോദരങ്ങളെ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിവേദനം: മാതാപിതാക്കളെ ശകാരിക്കൽ മഹാപാപമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാപാപമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു: റസൂലേ, സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും ശകാരിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അവരെന്റെ മാതാപിതാക്കളെ, അവരെന്റെ പിതാവിനെ ഒരാൾ ശകാരിച്ചാൽ അയാൾ ഇവന്റെ പിതാവിനെയും ശകാരിക്കും. അവരെന്റെ മാതാവിനെ ശകാരിച്ചാൽ ഇവന്റെ മാതാവിനെയും ശകാരിക്കും. ഇത് സ്വന്തം മാതാപിതാക്കളെ ശകാരിക്കുന്നതിന് തുല്യമായി തീരുന്നു. ബുഖാരി 10:338, മുസ്ലിം 90 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഈ ഹദീസിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ചിന്തിച്ചോ? സഹാബാക്കൾക്ക് ഒരു സംശയം, സ്വന്തം മാതാപിതാക്കൾ ആരെങ്കിലും ശകാരിക്കുമോ എന്ന്. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ ഇടയിൽ ഒന്ന് പരിശോധിച്ചു നോക്ക്. സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്ന എത്രയെത്ര ആളുകളുണ്ട്. സ്വന്തം മാതാപിതാക്കളെ വകവരുത്തുന്ന എത്രയെത്ര ആളുകളുണ്ട്. സ്വന്തം മാതാപിതാക്കളെ ആട്ടിയോടിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് അവർ ചോദിച്ചു പോവുകയാണ്: സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും ചീത്ത പറയുമോ എന്ന്. എത്രത്തോളം ദുഷിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ്, ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് എത്രയോ ദുഷിച്ച കാലമായിരുന്നു. അവർക്ക് പോലും അറിവില്ലാത്ത ഒരു കാലഘട്ടമാണ് സ്വന്തം മാതാപിതാക്കളോട് ചീത്ത പറയുന്നത്, സ്വന്തം മാതാപിതാക്കളെ ശകാരിക്കുന്നത്. അതാണ് സഹാബാക്കൾ പ്രവാചകനോട് ചോദിച്ചത്: സ്വന്തം മാതാപിതാക്കൾ ആരെങ്കിലും ശകാരിക്കുമോ എന്ന്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മറ്റൊരാളുടെ മാതാപിതാക്കൾ ശകാരിക്കുന്നതോടുകൂടെ ഇവന്റെ മാതാപിതാക്കൾ അവനും ശകാരിക്കുന്നതാണ്. അങ്ങനെ രണ്ടുപേരുടെയും മാതാപിതാക്കളെ പരസ്പരം ശകാരിക്കുന്നവരായി മാറുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും മറ്റുള്ളവരുടെ മാതാപിതാക്കളെ ശകാരിക്കരുത്, അതുപോലും ചെയ്യരുത് എന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ. മറ്റൊരു നിവേദനത്തിലുള്ളത്, മാതാപിതാക്കൾ ശപിക്കൽ മഹാപാപമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, സ്വന്തം മാതാപിതാക്കളെ എങ്ങനെയാണ് ഞങ്ങൾ ശപിക്കുക? അവിടുന്ന് പറഞ്ഞു: ഒരാൾ അവന്റെ പിതാവിനെ ചീത്ത പറയുന്നു, അവൻ ഇവന്റെ പിതാവിനെയും ചീത്ത പറയുന്നു. ഒരാൾ അവന്റെ മാതാവിനെ ചീത്ത പറയുന്നു, അവൻ ഇവന്റെ മാതാവിനെയും ചീത്ത പറയുന്നു. ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ജുബൈർ ഇബ്നു മുത്അം റളിയല്ലാഹു അൻഹു നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കുടുംബബന്ധം മുറിച്ചു കളയുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല. ബുഖാരി 10:347, മുസ്ലിം 2556 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു നിവേദനം:
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാക്കളെ വെറുപ്പിക്കുന്നതും അവകാശങ്ങൾ നിഷേധിക്കുന്നതും അനർഹമായത് ചോദിച്ചു വാങ്ങുന്നതും പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതും അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങൾ അനാവശ്യമായി ചോദിച്ചറിയുന്നതും സമ്പത്ത് പായാക്കി കളയുന്നതും നിരോധിച്ചിരിക്കുന്നു. ബുഖാരി 551, മുസ്ലിം 3134, 12 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 42 മാതൃപിതൃ ബന്ധുക്കൾക്ക് നന്മ ചെയ്യുന്നതിന്റെ മഹത്വം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിതാവിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ സ്നേഹിതരുമായി ബന്ധം നിലനിർത്തലാണ് പിതാവിന് ചെയ്യുന്ന നന്മയിൽ ഉത്തമം. മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നിവേദനം, മക്കയിലേക്കുള്ള വഴിമധ്യേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അറാബിയുമായി കണ്ടുമുട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സലാം പറയുകയും താൻ സഞ്ചരിച്ചിരുന്ന കൈതപ്പുറത്ത് അദ്ദേഹത്തെ കയറ്റുകയും തന്റെ തലയിൽ അണിഞ്ഞിരുന്ന തലപ്പാവ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹു താങ്കളെ നന്നാക്കട്ടെ, ഈ അറാബികൾ വളരെ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുമല്ലോ, ഇത്ര ആദരിക്കേണ്ടിയിരുന്നോ എന്ന് സൂചനയോടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാളുടെ പിതാവ് എന്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതനായിരുന്നു. പിതാവിന്റെ സ്നേഹിതന്മാരുമായി ബന്ധം പുലർത്തൽ പിതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? അയാളുടെ പിതാവ് അഥവാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സ്നേഹിതനായിരുന്നു. പിതാവിന്റെ സ്നേഹിതന്മാരുമായി ബന്ധം പുലർത്തൽ പിതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു നിവേദനം റളിയല്ലാഹു അൻഹു മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഒട്ടകപ്പുറത്തുള്ള സവാരി മടുത്താൽ യാത്ര ചെയ്യാൻ ഒരു കഴുതയെയും തലയിൽ കെട്ടാൻ ഒരു തലപ്പാവും കൂടെ കരുതിയിരുന്നു. കഴുതപ്പുറത്ത് വിശ്രമിക്കവേ ഒരു അറാബി അദ്ദേഹത്തിനരികിലൂടെ നടന്നുപോയി. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, നീ ഇന്നയാളുടെ മകനല്ലേ എന്ന് ചോദിച്ചു. അറാബി അതെ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കഴുതയെ അയാൾക്ക് കൊടുത്ത് അതിന്മേൽ കയറി യാത്ര ചെയ്തു കൊള്ളാൻ പറഞ്ഞു. തന്റെ തലപ്പാവും അയാൾക്ക് കൊടുത്ത് അത് തലയിൽ കെട്ടിക്കൊള്ളാനും നിർദ്ദേശിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂട്ടുകാരിൽ ചിലർ പറഞ്ഞു, അല്ലാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ, വിശ്രമിക്കാനുള്ള കഴുതയും തലയിൽ കെട്ടാനുള്ള തലപ്പാവും താങ്കൾ ഈ അറാബിക്ക് കൊടുത്തു കളഞ്ഞല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിതാവിന്റെ മരണാനന്തരം അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരുമായുള്ള ബന്ധം നിലനിർത്തലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അറാബിയുടെ പിതാവ് എന്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തായിരുന്നു. മുസ്ലിം 2582 12-13 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, തന്റെ മാതാപിതാക്കൾക്കൊക്കെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ തന്റെ മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. അത് അവർക്ക് ഗുണം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി. മാലിക് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ബനൂ സലമക്കാരനായ ഒരാൾ വന്ന് ചോദിച്ചു, മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന വല്ല ഗുണവും അവശേഷിക്കുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പാപമോചനത്തിന് അപേക്ഷിക്കുക, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക, അവർ മുഖേനയുള്ള കുടുംബബന്ധം നിലനിർത്തുക, അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കുക. അബൂ ദാവൂദ് 5142 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കണ്ടിട്ടേ ഇല്ല, പക്ഷേ നബി പത്നിമാരിൽ അവരോടുള്ളത്ര ഈർഷ്യത എനിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല. എന്താ ഈർഷ്യത തോന്നാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏറെ അനുസ്മരിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ ആടിനേരത്ത് കഷ്ണങ്ങളാക്കി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ചോദിക്കും, ഈ ലോകത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാതെ ഒരു സ്ത്രീയുമില്ലെന്ന് തോന്നുന്നല്ലോ, അങ്ങയുടെ പ്രവൃത്തി കണ്ടാൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ മഹിമകൾ വർണ്ണിക്കാൻ തുടങ്ങും. എനിക്ക് അവളിലാണ് സന്താനങ്ങൾ ഉണ്ടായതെന്നും പറയും.
ബുഖാരി 702, 103, മുസ്ലിം 2435, 2437 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, ഖദീജ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് ആടിനെ അറുത്ത് അവരുടെ കൂട്ടുകാരികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്നു. ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വളരെ സഹിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനമുള്ള ഹദീസ്. ചിന്തിക്കുക, ഖദീജ റളിയല്ലാഹു അൻഹയെ ആരംഭ നബിയുന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിച്ചിരുന്നു. ചിന്തിക്കുക സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ അവരുടെ ആണ്ടുകാലങ്ങളിലൊക്കെ അനുസ്മരിക്കുമ്പോ അതൊക്കെ ബിദ്അത്താണെന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകൾ കടന്നു വരാറുണ്ട്. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയെ ഏറെക്കുറെ സ്മരിക്കുകയും അതിനോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരികൾക്ക് ആടിനെ അറുത്ത് വിതരണം ചെയ്യാറുമുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സഹോദരങ്ങളെ, സ്വന്തം മാതാപിതാക്കളെയൊക്കെ അനുസ്മരിക്കണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നമ്മൾ അനുസ്മരിക്കണം എന്നുള്ളതിനൊക്കെ എല്ലാത്തിനുമുള്ള ഒരു ചെറിയ തെളിവല്ല, ഒരുപാട് വലിയ തെളിവെന്നെ കൂട്ടിക്കോളൂ. ഈ ഹദീസ് ഒരൊറ്റ ഹദീസ് പോലെ സഹോദരങ്ങളെ, മഹാന്മാരെ സ്മരിക്കുന്നതിന് വേണ്ടി, പ്രിയമുള്ളവരെ സ്മരിക്കുന്നതിന് വേണ്ടി, പ്രിയപ്പെട്ടവരെ സ്മരിക്കാൻ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആടിനെ അറുത്ത് അവരുടെ സ്നേഹിതന്മാർക്ക്, അവരെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വിതരണം ചെയ്യാൻ ഒക്കെ ഉതകുന്ന രീതിയിൽ ഈ ഹദീസ് തന്നെ പോലെ ചിന്തിക്കുക സഹോദരങ്ങളെ. മറ്റൊരു നിവേദനത്തില് ആടിനെ അറുത്താൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹിതർക്ക് കൊടുത്തേക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. മറ്റൊരു നിവേദനം, ഖുവൈലിദിന്റെ മകളും ഖദീജയുടെ സഹോദരിയുമായ ഹാല ഒരിക്കൽ അകത്തു വരാൻ സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയുടെ സമ്മതം ചോദിക്കൽ ഓർമ്മ വന്നു. അവിടുന്ന് ചിന്താവിഷ്ടനായിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഖുവൈലിദിന്റെ മകളെ ഹാലയാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ ഞാൻ ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം യാത്ര പുറപ്പെട്ടു. എന്നേക്കാൾ പ്രായമുള്ള ആളായിരുന്നു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം എനിക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നു. ഞാനത് വിലക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻസാരികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ അധികം സേവനങ്ങൾ ചെയ്തിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ്, അവർ ഞാനുമായി സഹവസിച്ചാലും ഞാൻ അവർക്ക് സേവനം ചെയ്യുമെന്ന്. ബുഖാരി 662, മുസ്ലിം 2513 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അധ്യായം 43, നബി കുടുംബത്തെ ആദരിക്കണം. അല്ലാഹു പറഞ്ഞു, നബി കുടുംബമേ, നിങ്ങളിലെ അഴുക്കുകൾ നീക്കം ചെയ്യുകയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അഹ്സാബിലെ 33 അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ നിശ്ചയം അത് ഹൃദയത്തിൽ ഭക്തിയുള്ളത് കൊണ്ട് മാത്രമാണ്. ഹജ്ജ് സൂറത്തിലെ 32-ാമത്തെ ആയത്ത്. പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ, അഹ്ലു ബൈത്തിനെ കുറിച്ച് പറയുന്ന ബാബാണ് നബി കുടുംബം. അഹ്ലു ബൈത്ത്, അഹ്ലു ബൈത്തിനെ ആദരിക്കുകയും അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ബാബാണ്. അവരെ അല്ലാഹു ശുദ്ധീകരിച്ചിരിക്കുന്നു, ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. യസീദ് ഇബ്നു ഹയ്യാ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാനും ഹുസൈൻ റളിയല്ലാഹു അൻഹും അംർ റളിയല്ലാഹു അൻഹും കൂടി സയ്യിദ് ഇബ്നു അൽഖം റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് സമീപം ഇരുന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദേ, താങ്കൾ അനേകം നന്മകൾ ചെയ്തയാളാണ്. താങ്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അവിടുത്തെ ഹദീസ് കേൾക്കുകയും നബിയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ നബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇതടിസ്ഥാനത്തിൽ താങ്കൾ അത്യുത്തമനാണ്. അതുകൊണ്ട് താങ്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് പഠിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരപുത്ര, അല്ലാഹു ആണ്, എനിക്ക് വയസ്സായി, കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് പഠിച്ചത് പലതും മറന്നു പോയിട്ടുണ്ട്. അതിനാൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തത് നിങ്ങൾ എന്നോട് നിർബന്ധിക്കരുത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെയും മദീനയുടെയും ഇടയ്ക്കുള്ള
കുമ്മ എന്ന ജലാശയത്തിനടുത്ത് വെച്ച് ഞങ്ങളോട് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത ശേഷം അവിടുന്ന് ഞങ്ങളെ ഉപദേശിക്കുകയും പലതും അനുസ്മരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ആ മുഖത്തിന് ശേഷം ജനങ്ങളെ, എല്ലാ മുഖം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ അറിഞ്ഞുകൊള്ളുക, ഞാനൊരു മനുഷ്യനാണ്. അതിനാൽ തന്നെ നാഥന്റെ ദൂതൻ എന്നെ സമീപിക്കാൻ സമയമെടുത്തിരിക്കുന്നു, അഥവാ അസ്രായീൽ എന്നെ സമീപിക്കാൻ സമയമെടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഉത്തരം ചെയ്യേണ്ടി വരും. മരണം അടുത്തിരിക്കുന്നു എന്ന് സൂചന ഉണ്ടാ. സഹോദരങ്ങളെ, ചിന്തിക്കുക. രണ്ട് പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ടാണ് ഞാൻ പോവുക. അതിലൊന്ന് ഖുർആനാണ്. അതിന്റെ അതിന് സന്മാർഗവും പ്രകാശവും ഉണ്ട്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ആ ഗ്രന്ഥം സ്വീകരിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം. ഖുർആനിലേക്ക് ജനങ്ങൾക്ക് പ്രേരണയും പ്രചോദനവും നൽകണം. രണ്ടാമത്തേത് എന്റെ അഹ്ലു ബൈത്താണ്. എന്റെ അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ സ്ഥാനങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണം. ഇടയ്ക്ക് ഉസൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, സയ്യിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്ത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്ത് ആരാണ്? അവിടുത്തെ ഭാര്യമാരും അഹ്ലു ബൈത്തിൽ പെടില്ലേ? സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭാര്യമാര് അവിടുത്തെ അഹ്ലു ബൈത്ത് തന്നെയാണ്, വീട്ടിൽ താമസിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അഹ്ലു ബൈത്ത് കൊണ്ടുള്ള വിവക്ഷ, സകാത്ത് സ്വീകരിക്കൽ നിഷിദ്ധമായവരാണ്. അവർ ആരൊക്കെയാണെന്ന് ഹുസൈർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ത്വാലിബിന്റെ മക്കളായ അലി റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, അഖീൽ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ പരമ്പരയാണ്. ഇവരെല്ലാം സകാത്ത് നിഷിദ്ധമായവരാണോ? ഹുസൈർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു. അതേ എന്നായിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. മുസ്ലിം 2408 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനം അറിയുക. രണ്ട് കാര്യം നിങ്ങൾക്ക് വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ വിട പറയുന്നത്. ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം, അത് അള്ളാഹുവിന്റെ പാശമാണ്. അതിനെ പിന്തുടർന്നവർ സന്മാർഗത്തിലാണ്, കൈവടിയുന്നവർ ദുർമാർഗത്തിലും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതകൾ നിങ്ങൾ ഗവനിക്കണം. ബുഖാരി 63 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അഹ്ലു ബൈത്തുകൾ ആരാണ്? അഹ്ലു ബൈത്തുകളെ? അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയാണ്. ഇവിടെ പറഞ്ഞല്ലോ, അലി റളിയല്ലാഹു അൻഹുവിനെയും ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയും അഖീൽ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും എന്നിവരുടെ പരമ്പരയാണ്. റസൂലിലേക്ക് അടുത്ത പരമ്പര അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര. അതാണ് ഇന്നത്തെ നമ്മുടെ നാടുകളിലൊക്കെയുള്ള അഹ്ലു ബൈത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കുന്ന പരമ്പരയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ സംശയമുണ്ടായിരുന്നു, അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്ന്. എന്നാൽ സ്ത്രീകളിലൂടെയല്ല പരമ്പര പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹുവിലൂടെ പരമ്പര നിലനിന്നു പോന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായ മക്കളിലൂടെ ആ പരമ്പര ഇങ്ങനെ നിലനിന്നു പോന്നു. അതാണ് ഇന്നത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര, അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിനെ ആദരിക്കലും ബഹുമാനിക്കലും ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അവർക്ക് സക്കാത്ത് നിഷിദ്ധമാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. പണ്ഡിതരും വൃദ്ധരെയും ആദരിക്കണം. അധ്യായം 44 അതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. പണ്ഡിതരെയും വൃദ്ധരെയും ആദരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, നബിയെ, താങ്കൾ ചോദിക്കുക, ജ്ഞാനമുള്ളവരും ഇല്ലാത്തവരും തുല്യരാകുമോ? ഇല്ല, ബുദ്ധിമാന്മാർ മാത്രമേ ഉപദേശം സിദ്ധിക്കുകയുള്ളൂ. സുമർ 9. ഉഖബാ റളിയല്ലാഹു അൻഹു നിവേദനം. ബദറിൽ പങ്കെടുത്ത അൻസാരിയാണ് അദ്ദേഹം നിവേദനം ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് ഇമാമാകേണ്ടത് കൂടുതൽ ഖുർആൻ ഹൃദയസ്ഥമുള്ളവരാണ്. ഖുർആൻ പാണ്ഡിത്യത്തിൽ എല്ലാവരും തുല്യരാണെങ്കിൽ കൂടുതൽ ഹദീസ് പഠിച്ചവരാണ് ഇമാമാകേണ്ടത്. ഹദീസ് പഠനത്തിലും എല്ലാവരും തുല്യരാണെങ്കിൽ ആദ്യം ഹിജ്റ ചെയ്തവർക്ക് മുൻഗണന നൽകണം. അതിനും എല്ലാവരും തുല്യരാണെങ്കിൽ കൂട്ടത്തിൽ പ്രായം കൂടുതലുള്ളവർ ഇമാമാകണം. മറ്റൊരാളുടെ അധികാര സ്ഥലത്ത് അയാളുടെ അനുവാദം കൂടാതെ ഇമാമാകുകയോ അയാളുടെ പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യരുത്. മുസ്ലിം 673 291 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഒരു പള്ളിയില് അദ്ദേഹത്തിന് അധികാരമുണ്ടെങ്കിൽ അവിടെ ഇനി എത്ര വിജ്ഞാനമുള്ളവനാണെങ്കിലും, എത്ര വാർദ്ധക്യമുള്ളവനാണെങ്കിലും, എത്ര ഹദീസ് പഠിച്ചവനാണെങ്കിലും അവിടെ അധികാരമില്ല.
അവിടെ അദ്ദേഹത്തിന്റെ അധികാരം, ഒരിക്കലും ആ അധികാരത്തിൽ പോയിട്ട് കൈയിടാൻ പാടില്ല എന്നുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. ഒരു നിവേദനം, ആദ്യം മുസ്ലിമായവൻ, മറ്റൊരു നിവേദനം ഖുർആൻ ഓതാൻ കൂടുതൽ അറിയുന്നവൻ, ആദ്യം ഖുർആൻ പാരായണം പഠിച്ചവൻ, ഖുർആൻ പഠനത്തിൽ എല്ലാവരും തുല്യരെങ്കിൽ ആദ്യം ഹിജ്റ പോയവൻ, ഹിജ്റയിലും തുല്യരെങ്കിൽ കൂടുതൽ പ്രായമുള്ളവൻ എന്നീ ക്രമത്തിലാണ് ഇമാമത്തിനുള്ള അർഹത എന്ന് മറ്റൊരു നിവേദനത്തിലുണ്ട്. ഒരു നിവേദനം, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ചുമലുകൾ തടവിക്കൊണ്ട് പറയുമായിരുന്നു, നിങ്ങൾ നേരെ വളയാതെ നിൽക്കണം, അണിതെറ്റി നിൽക്കരുത്. അണിതെറ്റി നിന്നാൽ നിങ്ങളുടെ മനസ്സുകൾ ഭിന്നിച്ചേക്കും. പ്രായപൂർത്തിയെത്തിയവരും ബുദ്ധിയുള്ളവരുമാണ് നിസ്കാരത്തിൽ എന്നോട് അടുത്ത് നിൽക്കേണ്ടത്. പിന്നെ അത്തരം യോഗ്യതകളിൽ അവരോടടുത്തവർ, പിന്നെ അവരോടടുത്തവർ എന്നീ ക്രമത്തിൽ എന്നോടടുത്ത് നിൽക്കണം. മുസ്ലിം 432 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ പ്രായം തികഞ്ഞവർ ബുദ്ധിമാന്മാരിൽ, പിന്നെ അവരോടടുത്തവർ, പിന്നെ അവരോടടുത്തവർ, പിന്നെ അവരോടടുത്തവർ എന്നീ ക്രമത്തിലാണ് നിസ്കാരത്തിൽ എന്റെ പിന്നിൽ നിൽക്കേണ്ടത്. നിസ്കാര സ്ഥലങ്ങളിൽ അങ്ങാടികളിൽ എന്ന പോലെ ബഹളമുണ്ടാക്കുന്നത് സൂക്ഷിക്കണം. മുസ്ലിം 432 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹൽ റളിയല്ലാഹു അൻഹു നിവേദനം, അബ്ദുല്ലാഹി ഇബ്നു സഹലും മുഹയ്യിസയും ഖൈബറിലേക്ക് പുറപ്പെട്ടു. അന്നവർ സഖ്യത്തിലാണ്. അവിടെ എത്തിയ ശേഷം അവർ വേർപിരിഞ്ഞു. പിന്നീട് മുഹയ്യിസ അബ്ദുല്ലാഹി ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടെത്തിയത് രക്തത്തിൽ കുളിച്ച് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു. അദ്ദേഹത്തെ സംസ്കരിച്ച ശേഷം അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചുപോയി. വധിക്കപ്പെട്ട സഹലിന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ മസ്ഊദിന്റെ മക്കളായ മുഹയ്യിസയും ഹുവയ്യിസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്ന അബ്ദുറഹ്മാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രായമുള്ളവരെ മാനിക്കുക, അവർ സംസാരിക്കട്ടെ എന്ന് സൂചന കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പിന്നെ മിണ്ടിയില്ല. മറ്റു രണ്ടുപേരും സംസാരിച്ചു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, സത്യം ചെയ്തുകൊണ്ട് ഘാതകന്റെ മേലുള്ള അവകാശം നേടിയെടുക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ? ഈ ഹദീസ് ഇതിന്റെ നിവേദകൻ പൂർണ്ണമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരി 697, മുസ്ലിമിനൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് നമുക്ക് ഇവിടെ വിഷയവുമായി സംബന്ധമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഉഹുദിലെ രക്തസാക്ഷികളിൽ ഈ രണ്ടു പേരെ ഒരു ഖബറിൽ മറവ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അവരിൽ ആരാണ് അധികം ഖുർആൻ പഠിച്ചതെന്ന് അന്വേഷിച്ചു. അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെട്ടവരെ ആയിരുന്നു ആദ്യം ഖബറിൽ വെച്ചിരുന്നത്. ബുഖാരി 173 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു അറാക്കിന്റെ കൊമ്പ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നതായും അപ്പോൾ രണ്ടുപേർ എന്റെ അരികിലേക്ക് വന്നതായും സ്വപ്നം കണ്ടു. അവരിൽ ഒരാൾ പ്രായം കൂടിയവനാണ്. ഞാൻ ആ ബ്രഷ് പ്രായം കുറഞ്ഞവന് കൊടുത്തപ്പോൾ പ്രായം കൂടിയവന് മുൻഗണന നൽകുക എന്ന് എന്നോട് പറയപ്പെട്ടു. ഉടനെ ഞാനത് തിരിച്ചു വാങ്ങി പ്രായം കൂടിയവന് കൊടുത്തു. ബുഖാരി 307, മുസ്ലിം 2271 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാർദ്ധക്യത്താൽ നരബാധിതനായ മുസ്ലിമിനെയും ഖുർആന്റെ നിർദ്ദേശങ്ങളിൽ പരിധി കവിയാത്തവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തവരുമായ ഖുർആൻ പണ്ഡിതരെയും നീതിമാനായ ഭരണകർത്താവിനെയും ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അബൂ ദാവൂദ് 4843 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇളയവരോട് കാരുണ്യം കാണിക്കാത്തവരും മുതിർന്നവരുടെ മഹിമ മനസ്സിലാക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. അബൂ ദാവൂദ് 4943, തിർമിദി 1921 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മൈമൂൻ റളിയല്ലാഹു അൻഹ നിവേദനം, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലൂടെ ഒരു യാചകൻ കടന്നുപോയി. മഹദി അയാൾക്ക് ഒരു പത്തിരി കഷ്ണം കൊടുത്തു. മറ്റൊരിക്കൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച ഒരു സുന്ദരൻ അതുമായി കടന്നുപോയപ്പോൾ അവർ അവളെ സ്വീകരിച്ചിരുത്തുകയും ഭക്ഷണം സൽക്കരിക്കുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മഹദി പറഞ്ഞു, ആളുകൾക്ക് അവർ അർഹിക്കുന്ന പദവി നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ദാവൂദ് 4843, മുസ്ലിം 61 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം,
സമുറാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെറിയ കുട്ടിയായിരുന്ന എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പലതും മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ പ്രായമുള്ളവർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും നിങ്ങളോട് പറയാത്തത് എന്നൊരിക്കൽ പറഞ്ഞു. ബുഖാരി 363 1163 362 162 മുസ്ലിം 88 964 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രായത്തിന്റെ പേരിൽ വൃദ്ധനെ ബഹുമാനിക്കുന്ന യുവാവിനെ വാർദ്ധക്യത്തിൽ ബഹുമാനിക്കാൻ മറ്റൊരാളെ അല്ലാഹു നിശ്ചയിക്കാതിരിക്കില്ല. തിർമിദി 2023 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, വയസ്സന്മാരോട് നല്ല നിലയിൽ ബഹുമാനത്തോട് കൂടെ പെരുമാറുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, വാർദ്ധക്യമായിരിക്കുന്ന ആളുകൾ, വൃദ്ധരായിരിക്കുന്ന ആളുകളെ സഹായിക്കുക. അങ്ങനെ സഹായിക്കേണ്ടതിന്റെ അനിവാര്യത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, വൃദ്ധന്മാരോട് യാതൊരുവിധ മോശമായ രീതിയിലും പെരുമാറരുത്. അവരോട് നല്ല നിലയിൽ വർത്തിക്കുക. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ഇസ്ലാം വളരെ പുണ്യമായി കാണുന്ന ഒന്നാണ്. അധ്യായം 45 മഹാന്മാരെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, ഒരാൾ സമുദ്രങ്ങൾ സന്ധിക്കുന്ന സ്ഥലത്ത് എത്തുകയോ അല്ലെങ്കിൽ കുറെ കാലം നടക്കുകയോ ചെയ്യുന്നത് വരെ ഞാൻ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഭൃത്യനോട് പറഞ്ഞ സംഭവം നീ സ്മരിക്കുക. ഇത് മുതൽ 60-ാം ആയത്ത് അവസാനം വരെ ശ്രദ്ധിക്കുക. ഏതാൽ കഹ്ഫ് സൂറത്തിലെ ഖിദർ നബി അലൈഹി സ്വലാമിനോട് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾക്കറിവുള്ള സദാചാര പാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ ഞാൻ നിങ്ങളെ അനുഗമിക്കട്ടെയോ? അൽ കഹ്ഫ് 60-67. സഹോദരങ്ങൾ, ഒരു വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് അൽ കഹ്ഫ് സൂറത്ത്. അതിൽ മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമും ഖിദർ നബി അലൈഹി സ്വലാമും കൂടെ അവരിങ്ങനെ സഞ്ചരിക്കുകയും മൂസാ നബി അലൈഹി സ്വലാം കാണാത്ത കുറെ കാര്യങ്ങള് മഹാനായിരിക്കുന്ന ഖിദർ നബി അലൈഹി സ്വലാം കാണുകയും അത് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നവരും പിന്നീട് അദ്ദേഹം ആ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം തന്നെ അതിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളില് പല ആളുകളും മഹാന്മാരായിരിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. മഹാന്മാരായിരിക്കുന്ന ആളുകൾ തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാറുണ്ട്. മഹാന്മാരായ ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും അവരുടെ കറാമത്തുകളെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ മൂസാ നബി അലൈഹി സ്വലാം ഖിദർ നബിയും ഒരു യാത്ര ചെയ്യുകയും ആ യാത്രയില് മൂസാ നബി അലൈഹി സ്വലാം കാണാത്ത പലതും ഖിദർ നബി അലൈഹി സ്വലാം കാണുകയും ചെയ്തു. എന്നാൽ അത് മൂസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലാകില്ല. ആരാ മൂസാ നബി അലൈഹി സ്വലാം? അല്ലാഹുമായിട്ട് സംസാരിച്ച പ്രവാചകന്മാരിൽ പ്രമുഖനാണ്. പക്ഷേ ഖിദർ നബി അലൈഹി സ്വലാമിന് കിട്ടിയ ആ മഹത്വം, ആ കാര്യങ്ങൾ പഠിക്കാൻ മൂസാ നബി അലൈഹി സ്വലാമിന് കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹി സ്വലാമിന് അദ്ദേഹം അത് വിവരിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് ബോധ്യം വന്നത്. എന്ന പോലെ നമ്മുടെ നാടുകളിലെ ഔലിയാക്കന്മാരെയും മൺമറഞ്ഞു പോയ മഹാന്മാരെയും ചില ആളുകൾ വളരെ മോശമായി വിമർശിക്കാറുണ്ട്. എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, നിങ്ങളാരും തന്നെ മഹാന്മാരെ കണ്ടിട്ടില്ല. നിങ്ങൾ അവരുടെ രൂപത്തെ മാത്രമാണ് കണ്ടത്, അവരുടെ വിജ്ഞാനത്തെ കണ്ടില്ല. ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹൽ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. അബൂജഹൽ കണ്ടത് ആരെയാ? അബൂജഹൽ കണ്ടത് അബ്ദുള്ളയുടെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദിനെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടത് ആരൊക്കെയാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. അവിടുന്ന് വിശ്വസിച്ച മഹാരഥന്മാരായിരിക്കുന്ന ആളുകൾ മുഴുവൻ കണ്ടു. ഇവർ കണ്ടത് വെറും മുഹമ്മദിനെ മാത്രമാണ്. ഖുറൈശി തറവാട്ടിലെ മുഹമ്മദിനെ മാത്രമാണ് കണ്ടത്. അതാണ് വ്യത്യാസം. ആ കാഴ്ചയും ഈ കാഴ്ചയുമാണ് വ്യത്യാസം. സഹോദരങ്ങളെ, ചിന്തിക്കുക. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് മഹാന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുന്നതിനെ പറ്റി പറയുക. മഹാന്മാരെ കാണുക, മഹാന്മാരെ ആദരിക്കുക, മഹാന്മാരെ ബഹുമാനിക്കുക, അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു,
പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനോട് അവന്റെ പ്രീതി കാംക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ക്ഷമിച്ചു കഴിയുക. അൽ കഹ്ഫിൽ 28. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാറുണ്ടായിരുന്നത് പോലെ നമുക്കും ഉമ്മു ഐമനെ സന്ദർശിക്കാം. അങ്ങനെ ഇരുവരും പുറപ്പെട്ടു. അവർ ചെന്നപ്പോൾ മഹദി കരയാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിങ്കലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്യുത്തമമാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നവർ ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു, അല്ലാഹുവിങ്കലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്യുത്തമമാണെന്ന് അറിയാനിട്ടല്ല, ആകാശത്തിൽ നിന്നുള്ള വഹി നിലച്ചു പോയല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത്. ഈ കാര്യം ഓർത്തപ്പോൾ അവരും കരഞ്ഞുപോയി. മുസ്ലിം 2554 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഗ്രാമത്തിലുള്ള തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. അയാൾ പോകുന്ന വഴിയിൽ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിച്ചു. അയാൾ അടുത്തെത്തിയപ്പോൾ, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് മലക്ക് ചോദിച്ചു. ഞാൻ ഈ ഗ്രാമത്തിലുള്ള എന്റെ ഒരു സഹോദരനെ കാണാൻ പോവുകയാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ, ഈ വിധം നന്ദി കാണിക്കാൻ മാത്രം വല്ല അനുഗ്രഹം അവൻ നിനക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മലക്ക് ചോദിച്ചു. അതിന് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നതെന്നായിരുന്നു അയാളുടെ പ്രതികരണം. അപ്പോൾ മലക്ക് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ഒരു ദൂതനാണ്, നീ അവനെ സ്നേഹിച്ച പ്രകാരം അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിന്നെ അറിയിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. മുസ്ലിം 2567 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച ഒരു സഹോദരനെയോ രോഗിയെയോ ആരെങ്കിലും സന്ദർശിച്ചാൽ അവനെ വിളിച്ചുകൊണ്ട് ഒരു മലക്ക് പറയും, നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നന്നായിരിക്കുന്നു, സ്വർഗത്തിൽ നിനക്കൊരു വീട് നീ നേടിക്കഴിഞ്ഞിരിക്കുന്നു. തിർമിദി 2009 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സുഹൃത്ത് കസ്തൂരിയുമായി നടക്കുന്നവനെ പോലെയാണ്, ചീത്ത സുഹൃത്ത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. കസ്തൂരിയുമായി നടക്കുന്നവൻ അതിൽ നിന്ന് അല്പം നിനക്ക് സൗജന്യമായി തന്നേക്കാം, അല്ലെങ്കിൽ വില കൊടുത്തും നിനക്ക് അയാളിൽ നിന്നത് വാങ്ങാം, അതുമല്ലെങ്കിൽ അതിന്റെ സുഗന്ധമെങ്കിലും ആസ്വദിക്കാം. എന്നാൽ ഉലയിൽ ഊതുന്നവനെ സമീപിച്ചാൽ അവൻ നിന്റെ ഉടയാട കരിക്കും, അല്ലെങ്കിൽ അവനിൽ നിന്ന് ദുർഗന്ധം നിനക്ക് അനുഭവിക്കേണ്ടി വരും. ചിന്തിക്കുക സഹോദരങ്ങളെ. ബുഖാരി 569 570 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം 2628 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ സാധാരണ 4 കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. 1 സമ്പത്ത്, 2 കുലീനത, 3 സൗന്ദര്യം, 4 മതനിഷ്ഠ. മതനിഷ്ഠയുള്ളവരെ നീ തിരഞ്ഞെടുക്കുക, അല്ലാത്ത പക്ഷം നിനക്ക് നാശം ലഭിക്കും. ബുഖാരി 15 116 9 മുസ്ലിം 1464 ഹദീസ് റിപ്പോർട്ട്. സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും നമ്മുടെ നാടുകളിൽ ഈ 4 കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത് എന്ന രീതിയിലേക്ക് വിവാഹ സമയത്ത് എത്തുന്ന ആളുകളുണ്ട്. എന്നാൽ സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, സാധാരണഗതിയിൽ സമ്പത്ത്, കുലീനത, സൗന്ദര്യം, മതനിഷ്ഠ ഇത് തിരഞ്ഞെടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ നിന്ന് മതനിഷ്ഠയുള്ളവരെ തിരഞ്ഞെടുക്കുക, അല്ലാത്ത പക്ഷം നിനക്ക് നാശം ഭവിക്കുമെന്നാണ്. അപ്പോ സമ്പത്തില്ലെങ്കിലും പ്രശ്നമില്ല, ഇനി സൗന്ദര്യം അതും പ്രശ്നമല്ല, കുലീനത അതും പ്രശ്നമല്ല, എന്ത് വേണം? മതനിഷ്ഠത വേണം. ഈ മതനിഷ്ഠാണ് ഒഴിവാക്കിയിട്ട് മറ്റു 3 എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ നാട്ടു നടപ്പായിട്ട് നടന്നു വരാറുണ്ട്, എന്നാൽ അതിൽ മതനിഷ്ഠത ഉള്ളവരെ നീ തിരഞ്ഞെടുക്കുക എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. പക്ഷെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ പല ആളുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുലീനത നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൗന്ദര്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, തറവാടിത്തം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും പലപ്പോഴും അതിന് പ്രധാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കുന്ന മതനിഷ്ഠതയെ തിരഞ്ഞെടുക്കുക എന്ന ഭാഗം അങ്ങോട്ട് മാറ്റിവെക്കാറാണ് പതിവ്. എന്നാൽ ഈ മറ്റു കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നാശമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട്
മതനിഷ്ഠയുള്ളവരെ നീ തിരഞ്ഞെടുക്കുക എന്നാണ് അല്ലാഹു റസൂൽ ഇവിടെ പറഞ്ഞത്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥ പലരിലും ഉണ്ട്. അത് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറയുന്നത് നിങ്ങൾ മതനിഷ്ഠയുള്ളവരെ തിരഞ്ഞെടുക്കുക, അല്ലാത്തവർക്ക് നാശം ഭവിക്കുമെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഈ ഹദീസ് ബുഖാരി 115, 116, 9, മുസ്ലിം 1464 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇപ്പോൾ സന്ദർശിക്കുന്നതിലുപരി എന്നെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് എന്ത് തടസ്സമാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ഖുർആൻ സൂക്തം അവതരിച്ചത്. നിങ്ങളുടെ നാഥന്റെ അനുമതി കൂടാതെ ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധ്യമല്ല. നമ്മുടെ മുന്നിലും പിന്നിലും അതിനിടയിലുള്ള സ്ഥലങ്ങളിലുമുള്ള കാര്യങ്ങളെല്ലാം അവന്റേതാണ്. ബുഖാരി 326 8 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയോട് മാത്രമേ നീ സഹവസിക്കാവൂ. നിന്റെ ഭക്ഷണം ഭക്തന്മാരല്ലാതെ തിന്നരുത്. അബൂ ദാവൂദ് 4833, തുർമുദി 2397 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സുഹൃത്തിന്റെ നടപടികളാണ് മനുഷ്യർ കൈക്കൊള്ളുക. അതിനാൽ നന്നായി ചിന്തിച്ചു വേണം സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ. അബൂ ദാവൂദ് 4833, തുർമുദി 2379 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ താൻ ഇഷ്ടപ്പെടുന്നവരോട് കൂടെയാണ്. ബുഖാരി 462, 10, മുസ്ലിം 2641 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനം, ഒരു ജനതയെ സ്നേഹിക്കുന്നു, പക്ഷേ അവരോട് അവൻ ചേർന്നിട്ടില്ല. ഇത്തരമൊരു വ്യക്തിയെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മനുഷ്യർ താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയായിരിക്കും. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ത്യം എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അതിനുവേണ്ടി എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചു ചോദിച്ചു. അല്ലാഹുവിനോട് റസൂലിനോടുമുള്ള സ്നേഹം എന്നായിരുന്നു അതിന് റാബിയുടെ പ്രതികരണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സ്നേഹിക്കുന്നവരോട് കൂടെ തന്നെയായിരിക്കും നീ. ബുഖാരി 462, 463, 10, മുസ്ലിം 2639 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ആ നിവേദനത്തിൽ തന്നെ മറ്റൊരു നിവേദനത്തില്, ഞാൻ അന്നേക്ക് കൂടുതൽ നിസ്കാരമോ നോമ്പോ ദാനധർമ്മങ്ങളോ ഒരുക്കി വെച്ചിട്ടില്ല, പക്ഷേ ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്നാണ് റാബിയുടെ പ്രതികരണമായിട്ട് ഉദ്ധരിച്ചത് എന്ന് മറ്റൊരു നിവേദനത്തിലുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നു, എന്നാൽ അവരുടെ കൂടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇത്തരം ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് മനുഷ്യനും അവൻ സ്നേഹിക്കുന്നവരുടെ കൂടെയായിരിക്കും. ബുഖാരി 461, 462, 10, മുസ്ലിം 2640 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ബദ്രീങ്ങളെയൊക്കെ സ്നേഹിക്കുമ്പോ, ഉഹദിൽ പങ്കെടുത്ത ശുഹദാക്കളെ സ്നേഹിക്കുമ്പോ ചില ആളുകളൊക്കെ കളിയാക്കാറുണ്ട്. അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ മദ്ഹുകൾ പറയുമ്പോ, അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പേരിൽ വല്ല ഭക്ഷണവും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചില ആളുകൾ കളിയാക്കാറുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഒരു വിഭാഗത്തെ, ഒരു ജനതയെ ഈ വ്യക്തി കണ്ടിട്ടില്ല, പക്ഷേ ആ വ്യക്തികളെ അവർ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോട് കൂടെയായിരിക്കും സ്വർഗത്തിലെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരായിരിക്കുന്ന ആളുകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ ആവശ്യകതയും അതിന്റെ മഹത്വമാണ് ഈ ഹദീസുകളിലൂടെയൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണം വെള്ളി ഖനികളെപ്പോലെ ജനങ്ങളും വിവിധ സ്വഭാവ സംസ്കാരമുള്ള ഖനികളാണ്. ഇരുണ്ട കാലഘട്ടത്തിലെ ഉത്തമന്മാർ വിദ്യാസമ്പന്നരാണെങ്കിൽ
ഇസ്ലാമിനും ഉത്തമന്മാർ തന്നെയാണ്. ആത്മാക്കൾ സംഘടിത സമൂഹമാണ്. ആത്മീയ ലോകത്ത് പരസ്പരം പരിചയമുള്ളവര് ഇവിടെ ഇണങ്ങിക്കഴിയും, അവിടെ അപരിചിതരായവർ ഇവിടെ ഭിന്നിച്ചു കഴിയും. മുസ്ലിം 2638 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉസൈർ റളിയല്ലാഹു അൻഹു നിവേദനം, യമനി ഭടന്മാർ തന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കളാണോ ഉവൈസ്? അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. നിങ്ങൾ മുറാദ് ഖറൻ വംശജനാണോ എന്ന് ചോദ്യമുണ്ടായി. ഉവൈസ് റളിയല്ലാഹു അൻഹു അതിനും അതെ എന്ന് പ്രതിവദിച്ചു. താങ്കൾ വെള്ളപ്പാട് രോഗം ബാധിക്കുകയും അതിലൊരു ദിർഹമിന്റെ വട്ടത്തോളം സ്ഥലമൊഴികെ ബാക്കിയെല്ലാം സുഖപ്പെടുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തുടർന്ന് ചോദിച്ചു. അതിനും അതെ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. താങ്കളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് അദ്ദേഹം ഉണ്ട് എന്ന് ഉത്തരം നൽകി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മുറാദ് ഖറൻ വംശജനായ ഉവൈസ് യമനി ഭടന്മാരോടൊപ്പം നിങ്ങളെ സമീപിക്കും. അദ്ദേഹത്തിന് വെള്ളപ്പാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് സുഖപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ദിർഹമിന്റെ വട്ടം പാണ്ട് ഇപ്പോഴും ശരീരത്തിലുണ്ട്. മാതാവിനെ പരിചരിച്ചു കഴിയുകയാണ് അദ്ദേഹം. അള്ളാഹുവിൽ ആണയിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. അതിനാൽ നിനക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നിന്റെ പാപമോചനത്തിന് അർത്ഥിക്കാൻ അപേക്ഷിക്കുക. ആ ഉവൈസാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉവൈസ് റളിയല്ലാഹു അൻഹു അതനുസരിച്ച് പാപമോചനം നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? കൂഫയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമായത് ചെയ്തു തരാൻ ഞാൻ കൂഫയിലേക്ക് ഗവർണർക്ക് എഴുതട്ടെയോ? ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു. അപരിചിതരും നിർധനരുമായ ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടാനാണ് എനിക്കിഷ്ടമെന്നായിരുന്നു ഇത് ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം. അടുത്ത വർഷം യമനിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു പ്രമുഖ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു. അയാൾ പറഞ്ഞു, യാതൊരു സുഖ സൗകര്യങ്ങളും അനുഭവിക്കാതെ അയാഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണല്ലോ ഉവൈസ്. ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നവരെ അദ്ദേഹം അങ്ങനെയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുറാദ് ഖറൻ വംശജനായ ഉവൈസ് യമനി ഭടന്മാരോടൊപ്പം നിങ്ങളുടെ അടുത്ത് വരും. അദ്ദേഹത്തിന് വെള്ളപ്പാട് ബാധിച്ചിരുന്നെങ്കിലും ഒരു ദിർഹമിന്റെ വട്ടമൊഴികെ ബാക്കിയുള്ളതെല്ലാം സുഖമായിട്ടുണ്ട്. മാതാവിനെ പരിചരിച്ച് കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹുവിൽ ആണയിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അത് നിറവേറ്റുക തന്നെ ചെയ്യും. അതിനാൽ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തോട് നിനക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കാൻ അപേക്ഷിക്കുക. ഇത് കേട്ട ആ പ്രമുഖർ ഉടനെ യമനിലേക്ക് തിരിച്ചു ഉവൈസിനെ സമീപിച്ചു. തനിക്ക് വേണ്ടി പാപമോചനത്തിന് അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഉവൈസ് അയാളോട് പറഞ്ഞു, താങ്കൾ ഇപ്പോൾ തീർത്ഥയാത്ര കഴിഞ്ഞു വന്നതല്ലേ, അതിനാൽ താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഈ യാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിരുന്നോ? അദ്ദേഹം അതെ എന്ന് പറഞ്ഞപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ വന്ന വഴിക്ക് തിരിച്ചുപോയി. മുസ്ലിമിൽ 2542 223 224 225 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് മഹാന്മാരെ വിളിച്ചിട്ട് മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നതിനെ കളിയാക്കുന്ന എത്രയോ ആളുകളുണ്ട്. മഹാന്മാര് വന്നുകൊണ്ട് തന്റെ ഒരു തന്റെ വീടിന്റെ കല്ലിടൽ കർമ്മം നിർവഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവരോട് അപേക്ഷിക്കുന്ന എത്രയോ ആളുകളുണ്ട്. തന്റെ വീടിന്റെ കല്ലിടൽ കർമ്മത്തിന് അവരെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ വിവാഹ സൽക്കാരങ്ങളിൽ അവരെ കൊണ്ടുവന്നിട്ട് നിക്കാഹ് കഴിപ്പിച്ച ശേഷം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മഹാന്മാരായ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബിമാരിൽ ഒരാളല്ലേ. അങ്ങനത്തെ അമീറുൽ മുഅ്മിനീനായിരിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു പോലും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് അപേക്ഷിച്ചെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക, മഹാന്മാരുടെ അടുത്ത് പോകൽ, മഹാന്മാരെ കണ്ടുമുട്ടൽ, മഹാന്മാരോടുള്ള
സഹവാസം തുടങ്ങിയൊക്കെ വളരെ പുണ്യമുള്ളതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് ഈ ഒരൊറ്റ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയല്ലേ. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങള്. മഹാന്മാർ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ട്. മഹാന്മാർ വന്നുകൊണ്ട് വീടിന്റെ കട്ടിൽ നിർവഹിച്ച് പ്രാർത്ഥന നടത്തുമ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ട്. മഹാന്മാർ വന്നുകൊണ്ട് തന്റെ വീടിന് തറക്കല്ലുകൾ കർമ്മം നിർവഹിച്ച് പ്രാർത്ഥന നടത്തുമ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ചിന്തിച്ചോ, മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പോലും ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു. ഉവൈസ് റളിയല്ലാഹു അൻഹു നബിയെ കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു നബിയെ കണ്ടവരാണ്. ചിന്തിക്കണം സഹോദരങ്ങളെ. അങ്ങനത്തെ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം. മഹത്വം എന്താണ്? മാതാവിനെ പരിചരിച്ചതാണ് മഹത്വം. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. വയസ്സായ മാതാപിതാക്കളെയൊക്കെ പരിചരിക്കാൻ നമ്മൾ തയ്യാറാവുക. മറ്റൊരു നിവേദനത്തിലുള്ളത്, കൂഫക്കാരായ ഒരു സംഘം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. അവരിൽ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കാറുള്ള ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളിൽ കരണി വംശജൻ ആരെങ്കിലും ഉണ്ടോ? ഉടനെ അയാൾ മുന്നോട്ട് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യമനിൽ നിന്ന് ഉവൈസ് എന്ന് പേരുള്ളവരാൾ നിങ്ങളുടെ അടുത്ത് വരുമെന്നും അദ്ദേഹത്തിന് യമനിൽ സ്വന്തം മാതാവ് മാത്രമേ ഉള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പാണ്ട് രോഗിയായിരുന്ന അദ്ദേഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതിനാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഒരു നാണയവട്ടത്തിൽ മാത്രമേ ആ രോഗം അവശേഷിക്കുന്നുള്ളൂ. നിങ്ങളിൽ ആര് അദ്ദേഹത്തെ കണ്ടാലും പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. മറ്റൊരു നിവേദനം, താബീകളിൽ ഉത്തമൻ ഉവൈസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് ഒരു മാതാവുണ്ട്. പാണ്ടിന്റെ അല്പം വെളുപ്പ് ആ ശരീരത്തിൽ കാണാം. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കാൻ അപേക്ഷിക്കുക എന്ന് മറ്റൊരു നിവേദനത്തിലുമുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക. സ്വഹാബിക്ക് വേണ്ടിയിട്ട് താബിയിൽപ്പെട്ട ആള് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. താബിയിൽപ്പെട്ട ആളോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂല് കൽപ്പിക്കുന്നു. സ്വഹാബാക്കളെക്കാൾ മഹത്തമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ വിലയിരുത്തുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ ഞാൻ ഉംറ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുമതി ചോദിച്ചു. എനിക്ക് അനുമതി നൽകിയ ശേഷം അവിടുന്ന് പറഞ്ഞു, പ്രിയ സഹോദര, താങ്കളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ മറക്കരുത്. മറ്റൊരു നിവേദനം, താങ്കളുടെ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാക്കിന് പകരം ഇഹലോകം മുഴുവൻ എനിക്ക് കിട്ടിയാലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല. അബൂ ദാവൂദ് 1498 തിർമിദി 3557 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂല് പോലും മറ്റൊരാളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരൊക്കെ അടുത്ത് കിട്ടിയാൽ ഉടനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോളൂ. മഹാന്മാരോട് മാത്രമാക്കണ്ട, ആരൊക്കെയുണ്ടോ എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. ആരുടെ ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. ആരുടെ ദുആ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് നമുക്കറിയില്ല. റസൂല് ഇതിവിടെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്ന്. അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന് മഹത്വമില്ലാഞ്ഞിട്ടോ അല്ലാഹുവിന്റെ റസൂലിന് ഒരിക്കലും തന്നെ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കേണ്ട ആവശ്യമോ ഇല്ല. പകരം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂല് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നു ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ. മാത്രമല്ല അതിലൂടെ ഒരു സന്തോഷം, നമ്മൾ മറ്റൊരാളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറയുമ്പോൾ ഇതിലൂടെ ഒരു സന്തോഷം ഇങ്ങനെയുണ്ട്. ഇവിടെ തന്നെ കണ്ടില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാക്കിന് പകരം ഇഹലോകം മുഴുവൻ എനിക്ക് കിട്ടിയാലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല എന്ന്. ഇതാണ് മറ്റുള്ളവരോടുമുള്ള സഹവാസം, മറ്റുള്ളവരോടുള്ള ഇടപഴകൽ, അവരോടുള്ള സാഹോദര്യം, അവരോടുള്ള സ്നേഹം, അതൊക്കെ നമുക്ക് അല്ലാഹുമായി പങ്കുചേർക്കണം, അല്ലാഹുമായിട്ട് കൂട്ടിയോജിപ്പിക്കണം. അല്ലാഹുമായിട്ട് പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ആരാധനയിൽ പങ്കേൽക്കുന്നുണ്ട് കേട്ടോ. അല്ലാഹുമായിട്ട് കൂട്ടിയോജിപ്പിക്കുക, മറ്റുള്ളവരോടുള്ള സ്നേഹം അല്ലാഹുമായിട്ട് കൂട്ടിയോജിപ്പിക്കുമ്പോ എങ്ങനെയാ കൂട്ടിയോജിപ്പിക്കുക? അവരുടെ പ്രാർത്ഥനയെ നമ്മൾ ഉൾപ്പെടുത്തുക,
നമ്മുടെ പ്രാർത്ഥന അവരെ ഉൾപ്പെടുത്തുക. എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹം എന്തിന്റെ പേരിൽ? വിശുദ്ധ ദീനിന്റെ പേരിൽ, വിജ്ഞാനത്തിന്റെ പേരിൽ, ഹദീസിന്റെ പേരിൽ, വിശുദ്ധ ഖുർആന്റെ പേരിൽ, ദീനീ പ്രബോധന പ്രവർത്തനങ്ങളുടെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു സ്നേഹം ഉണ്ടാകുന്നു. ഈ സ്നേഹം അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് മഹത്തമായിരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി കാൽനടയായും വാഹനത്തിൽ കയറിയും സഞ്ചരിച്ചിരുന്നു. ഖുബാ പള്ളി സന്ദർശിക്കുകയും അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ബുഖാരി 356, മുസ്ലിം 1399 ഹദീസ് റിപ്പോർട്ടുണ്ട്. മറ്റൊരു നിവേദനത്തിൽ എല്ലാ ശനിയാഴ്ചയും കാൽനടയായോ വാഹനത്തിലേറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാ മസ്ജിദ് സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്തിരുന്നു. ഏതായി ഖുബാ മസ്ജിദ് എന്നറിയുമോ സഹോദരങ്ങളെ? മദീനയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച മസ്ജിദുൽ ഖുബാ. ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ വന്നിറങ്ങിയപ്പോൾ ഒട്ടകം വന്നിട്ട് മുട്ടുകുത്തിയ സ്ഥലമാണ് ഇന്നത്തെ മസ്ജിദുൽ ഖുബാ. ഈ മസ്ജിദുൽ ഖുബയിൽ നമസ്കരിച്ചാല് ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ പുണ്യമാക്കപ്പെട്ട മദീനയിലെ സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നാണ് മസ്ജിദുൽ ഖുബാ. അതുകൊണ്ട് സഹോദരങ്ങളെ, മസ്ജിദുൽ ഖുബയിൽ പോകുമ്പോ, മദീനയിൽ പോകുമ്പോ മസ്ജിദുൽ ഖുബയിൽ പോകണം. അവിടെ ഒട്ടകം കാലുകുത്തിയ പാടിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത് പുറത്ത് കാണാൻ കഴിയില്ല. കാണാത്ത വിധം ഒരു തൂണിന്റെ ഏകദേശം മസ്ജിദുൽ ഖുബയുടെ മെഹ്റാബിന്റെ വലത് ഭാഗത്തായിട്ട് നടുക്ക് വരുന്ന ആ തൂണുണ്ട്. ആ തൂണിന്റെ ഇടയിലാണ്, ആ തൂണ് വരെ 4 മൂലയായിട്ട് ഇങ്ങനെ പ്രത്യേകമായിട്ട് തൂണാക്കിക്കൊണ്ട് തിരിച്ചിട്ടുണ്ട്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ആദ്യമായിട്ട് മുട്ടുകുത്തിയത് മദീനയിലേക്ക് വന്നപ്പോൾ. മദീനയിൽ അത് വളരെ 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 വലിയൊരു ചരിത്രമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹിജ്റയിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹാബാക്കള്, അന്നത്തെ മദീന നിവാസികള്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ കവിത ചൊല്ലി സ്വീകരിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചപ്പോൾ പ്രമുഖ ഗോത്രക്കാരൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ വരവേൽക്കാൻ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഈ ഒട്ടകത്തിനറിയാം എവിടെയാണ് നിൽക്കേണ്ടതെന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വളരെയേറെ വിഷമിച്ച് എന്റെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമോ എന്ന് വിഷമിച്ചിരുന്ന ഒരു പാവപ്പെട്ട അൻസാരിയുടെ വീടിന്റെ മുന്നിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയത്. അവിടെയാണ് ഇന്നത്തെ മസ്ജിദുൽ ഖുബാ. ഇന്നത്തെ മസ്ജിദുൽ ഖുബാ അവിടെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മദീനയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദാണ് മസ്ജിദുൽ ഖുബാ എന്നാണ്. ആ മസ്ജിദുൽ ഖുബയിൽ നിങ്ങൾ മദീനയിൽ സന്ദർശിക്കാൻ അവസരം കിട്ടുമ്പോൾ ആ മസ്ജിദുൽ ഖുബയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ശനിയാഴ്ചയും മസ്ജിദുൽ ഖുബയിൽ പോകാറുണ്ടായിരുന്നു എന്ന് നമ്മളിപ്പോൾ കേട്ട ഹദീസ് ഉണ്ടല്ലോ. അതുപോലെ സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പറയുന്നത് മഹാന്മാരായിരിക്കുന്ന ആളുകളെ ആദരിക്കുന്നതിന്റെയും ബഹുമാനിക്കുന്നതിന്റെയും ഒക്കെ വസ്തുതകളാണ്. മഹാന്മാരായിരിക്കുന്ന അഹ്ലുബൈത്തിന് അവരെ അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നതിന്റെ, അവരർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നതിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലുബൈത്തീങ്ങൾ, പ്രവാചകന്റെ കുടുംബക്കാര് അവരാരാണെന്നും എങ്ങനെയുള്ളവരാണെന്നും നമ്മൾ ഹദീസുകളിലൂടെ അറിയുകയുണ്ടായി. അതുകൊണ്ട് ഇനി ആരുടെയെങ്കിലും മനസ്സിലേക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആൺകുട്ടികളൊക്കെ മരിച്ചു പോയതാണല്ലോ, പിന്നെ എങ്ങനെ അടുത്ത പിതൃപരമ്പര ഉണ്ടാകുമെന്നൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നറിഞ്ഞില്ലേ? അതാണ് പിതൃപരമ്പര. ഏതാണ് പരമ്പര? അഹ്ലു ബൈത്തിന്റെ പരമ്പര എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പരമ്പരയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ആ പരമ്പരയിൽപ്പെട്ടവരെയാണ് നാം അഹ്ലു ബൈത്തായിട്ട് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ചില ആളുകളൊക്കെ വളരെ മോശമാക്കപ്പെട്ട രീതിയിൽ
നമ്മുടെ ആധുനിക യുഗത്തിലെ സോഷ്യൽ മീഡിയകളിലൊക്കെ അഹ്ലുബൈത്തിങ്ങളായിരിക്കുന്ന ആളുകളെ, നമ്മുടെ നാടുകളിലുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകളെയൊക്കെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാറുണ്ട്. ചിന്തിക്കുക സുഹൃത്തെ, അഹ്ലുബൈത്തിങ്ങൾ ആരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നവരോട് മുഖത്ത് നോക്കി പറയാൻ നമ്മൾ ഒരുക്കമാകണം. അതാരാണെന്ന്? അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം അത് റസൂലുള്ളാഹിയിലേക്ക് ടച്ചുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഖുറൈശി തറവാട്ടുകാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്. അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായ മകനാണ്. ഈ അഹ്ലുബൈത്തിങ്ങൾ, ഇന്ന് കാണുന്ന എല്ലാ അഹ്ലുബൈത്തിങ്ങളും അതാണ്. അവരിലൂടെയാണ് അഹ്ലുബൈത്തിങ്ങൾ നിലനിന്നത്. അവരിലൂടെയാണ് അഹ്ലുബൈത്തിങ്ങളെ വളരെയേറെ മഹത്വവൽക്കരിക്കപ്പെട്ട അഹ്ലുബൈത്തിങ്ങളൊക്കെ എല്ലാവരും ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായ മക്കളിലൂടെയാണ്, പിതൃപരമ്പരയിലൂടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. അഹ്ലുബൈത്തിങ്ങളെ വെറുപ്പിക്കല്ലേ, അവരെ മോശമാക്കല്ലേ. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് അവർക്ക് യാതൊരുവിധ മോശത്തരം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാതെ സൂക്ഷിക്കണേ. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് സംവദിക്കാം. അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ കേട്ടതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദീനീ വിജ്ഞാനത്തിന്റെ അനന്തമായ വിഹായസിലേക്ക് കടന്നു ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ദീനീ വിജ്ഞാനം കൂടുതൽ മനസ്സിലേക്ക് ഇങ്ങനെ വരാനും അതിങ്ങനെ മനസ്സിലിങ്ങനെ പ്രകാശിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.